ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ നാളായ ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്തിട്ട്. അങ്ങനെ എന്തൊരു സൺഡേ ആണ്, ഓഫ് ഡേ ആണ്. അപ്പോൾ പിന്നെ എന്നാൽ വീട്ടിലെ പാചകവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരിത്തിരി വീഡിയോ ആയിട്ട് ചെയ്തിടാമെന്ന് കരുതി. നമുക്ക് കുറച്ച് ചാളമീനൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ, നല്ല പരിഞ്ഞിലുള്ള ചാളമീൻ. ആദ്യം വിചാരിച്ച് ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് വറക്കാമെന്ന്. പിന്നെയാണ് പെട്ടെന്ന് ചിന്തിച്ചത്, പണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ ഉള്ള സമയത്ത്, അമ്മൂമ്മ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല, ഉള്ള സമയത്ത് നമുക്ക് ഈ വട്ടയിലേക്കകത്ത് ഇതുപോലെ ആക്കി വെച്ചിട്ട് ചുട്ടെടുത്ത് തരുമായിരുന്നു. അതായത് തേങ്ങാപ്പീരയും പരിഞ്ഞിലും പിന്നെ പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി നുള്ളുപ്പും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം സെറ്റ് ആകുമ്പോഴേക്കും ഒരു നുള്ളി എണ്ണ ഒഴിക്കും. എന്നിട്ട് സെറ്റ് ആകുമ്പോഴേക്കും എന്നിട്ട് ഇലയ്ക്കകത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഇലയുടെ ഉണ്ടാക്കുന്നത് പോലെ ആക്കി വെച്ച് തരുമായിരുന്നു. അപ്പോൾ എന്നാൽ കരുതി, ഭാഗ്യമൊന്നും അങ്ങനത്തെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കരുതി എന്നാൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഒരു ഇലയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച്, ഇത് നമ്മൾ സ്ഥിരം വെക്കുന്ന ചട്ടിയാണ്. നമ്മൾ ഇലയട ഉണ്ടാക്കാനും ഓട്ടട എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ചെയ്യാൻ വേണ്ടി വെക്കുന്ന ചട്ടിയാണ്. അപ്പോൾ അന്ന് അതിനകത്ത് തന്നെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സെറ്റാക്കാൻ പറ്റും. സ്ലിമ്മിലാക്കിയിട്ടിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റിനുള്ളിൽ ആ ഒരു സൈഡ് വെന്ത് കിട്ടും, നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഒരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെയാണ് ഇതിൻ്റെ ഒരു വേവ്. അപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ഒക്കെ വെച്ച് അടയ്ക്കണം. നമ്മളൊരു അടപ്പൊക്കെ വെച്ചിട്ട് അടച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുത്ത് കേട്ടോ. ഇത് ഈ ഇലയും കൂടെ ചുട്ട് ആ പരിഞ്ഞിലും എണ്ണയൊക്കെ കൊത്തൊക്കെ വേവുന്ന സമയവും അതിൻ്റെ ആ ഒരു മണവും നന്നായിട്ട് നമുക്കറിയാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേവിച്ച് നല്ല രീതിയിൽ ബ്രൗണിഷ് കളറായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് കേട്ടോ. നോക്കിയാൽ ഈ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേവിക്കണം. നമുക്ക് ഉച്ചയൂണിന് ഇത് മാത്രം മതിയായിരുന്നു, കാരണം ഇതും ചോറിനകത്തിട്ട് കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ മീൻ്റെ കൂടെ വറുത്തെടുക്കുന്നതിനെക്കാട്ടി നല്ല ഇതുപോലൊരു തോരൻ പോലെ ആക്കിയിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.